ഹേ ഗെയ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കറിയാണ്. ഈ ചക്ക വിളയുന്നതിന് മുമ്പേ നമ്മൾ അത് പറിച്ച് കറി ഉണ്ടാക്കും. അപ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെയല്ലോ ചക്ക പറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് മുന്നുമാണ് ചക്ക പറിച്ച് തന്നത്. പിന്നെ ഈ ചക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് പഴുത്ത ചക്കേനേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചച്ചക്ക കറി വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയ ടൈമിലെല്ലാം ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡിലും തേർഡിലും എല്ലാം ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് ഉണ്ടായത് ചക്ക, കപ്പ ഇങ്ങനത്തെ ഐറ്റംസോടെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്തും കുറേ ചക്കക്കറിയെല്ലാം വെച്ചുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഈ ചക്ക കട്ട് ചെയ്യാൻ മാത്രം എനിക്കത്ര വൃത്തിയായിട്ട് അറിയില്ല. അപ്പം അമ്മ എനിക്കത് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ ടൈപ്പിലെല്ലാം. അങ്ങനെ ഞാൻ കുക്കറിലൊരു 4-5 വിസിലെല്ലാം വേണ്ടി വരും. അപ്പം ഞാൻ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അതിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ കാസർഗോഡ് സൈഡെല്ലാം എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസിലെല്ലാം കാണലുണ്ട് ഈ നമ്മൾ തേങ്ങയിലേക്ക് ജീരകം, പച്ചമുളകും എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് ഈ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ചക്കയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത്, അങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് ഈ കാസർഗോഡ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചക്ക കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഇടിച്ചെടുക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഏട്ടൻ്റെ വീട്ടിലെല്ലാണെങ്കിൽ ചക്കക്കറി, ഇടിച്ചക്ക ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല. അവർക്ക് മെയിനായിട്ട് ഈ ചക്ക, പഴുത്ത ചക്ക, ഈ വെല്ലം തേങ്ങയെല്ലാം ഇട്ട് ഈ ചക്കയപ്പാക്കുമല്ലോ, അതാണ് ഭയങ്കര ഇഷ്ടം. അല്ലാതെ ഈ ചക്കക്കറി ഏട്ടനാണെങ്കിലും കൂട്ടുകയില്ല, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ദെൻ ഇടിച്ചു മാറ്റിയ ചക്കയിലേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിലേറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന പോർഷനാണ് വറവിടുന്നത്. വറവിടാൻ അതിൽ നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം. ഈ വറവെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. എനിക്ക് അതിട്ടെങ്കിൽ മാത്രമേ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മണം, ഈ വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമല്ലാത്തവരുണ്ടാവും, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ദെൻ ഇരുമ്പ് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ കടുകിട, ദെൻ കറി ലീവ്സ്, ഈ നമ്മൾ ഇടിച്ചു മാറ്റി വെച്ച വെളുത്തുള്ളി, ദെൻ ചില്ലി ഫ്ലേക്സ്, ഇത്രയും ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഈ കറി ലീവ്സ് നല്ലോണം ബ്രൗൺ കളറാണെന്ന് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷമാണ് കറി ലീവ്സ് ഇടുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കറി ലീവ്സും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് നല്ലോണം മൊരിയിച്ചെടുക്കുന്നില്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഈ മിക്സ് എടുത്ത് ഇടിച്ചക്കയിലിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ ഇടിച്ചക്ക കറി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പം പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.